സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതിനെതിരെ ഉണ്ടാകും. നമ്മളോടൊപ്പം ഡോക്ടർ പി എൻ സുരേഷ് സാറാണുള്ളത്. അദ്ദേഹം ഈ ലഹരിയിൽ നിന്നും വിമുക്തി നേടാനുള്ള നിരവധി രോഗികളുമായി ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഡോക്ടർ, നമുക്കറിയാം ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. എത്രത്തോളം വിജയകരമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നിർബന്ധിതമായ ലഹരിക്കെതിരെയുള്ള ഒരു അറസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പര്യാപ്തമാവും? ഓപ്പറേഷൻ തൂഫാനിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്കൊരു നേട്ടം കൈവരിക്കാൻ കഴിയുന്നത് ഈ ലഹരി സപ്ലൈ ചെയ്യുന്ന ആളുകൾ, അതായത് ലഹരി കേന്ദ്രങ്ങളെ നമ്മൾ വേട്ടയാടിയിട്ട് ആ ഒരു സോഴ്സ് ഓഫ് ലഹരി അതിനെ നശിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഓപ്പറേഷൻ തൂഫാൻ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വല്ലപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ അവരെ അറസ്റ്റ് ചെയ്ത് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ ഇട്ടുകൊണ്ട് മാത്രം ഒരിക്കലും അവരുടെ ആ ലഹരിയോടുള്ള ആസക്തി ഒരിക്കലും കുറഞ്ഞു പോയില്ല. കാരണം ഇതൊരു രോഗമാണ്. മറ്റേത് ശാരീരിക രോഗത്തെ പോലെ തന്നെ മദ്യ ആസക്തി എന്നുള്ള രോഗമാണ്. ഇത്തരത്തിൽ ലഹരി ആസക്തിയുള്ള ഒരു രോഗമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. നമ്മുടെ തലച്ചോറിൽ നിന്നും നമുക്ക് ഇത്തരത്തിലൊരു ലഹരിയോടുള്ള ഒരു ആസക്തി വരുന്നത് അത് മുൻകൂട്ടി നമ്മുടെ തലച്ചോറിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരത്തില് നമ്മളൊരിതിനെ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. അതായത് ലഹരിക്ക് ആസക്തിപ്പെടാൻ അല്ലെങ്കിൽ അടിമപ്പെടാനായിട്ട് സാധ്യതയുള്ള ജനങ്ങൾ, അത് ജന്മനാ തന്നെ അവർ തലച്ചോറിൽ നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് നിശ്ചയിക്കുന്നത് നമ്മുടെ ബയോളജിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രീഫ്രോണ്ടൽ ലോബിന്റെ ഭാഗത്ത് ഇങ്ങനെ ആസക്തിയെ നിശ്ചയിക്കുന്ന, നിർണയിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ആ ആസക്തി ഉണ്ടാക്കുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഈ സമൂഹത്തിൽ പലരും പല രീതിയിലായിരിക്കും. ചിലരുടെ തലച്ചോറിൽ അതിന്റെ പ്രവർത്തനം തീരെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരെ നമ്മൾ ഏത് ഭയങ്കരമായിട്ടുള്ള ലഹരിയുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയാലും അയാളെ കഴിക്കാൻ നിർബന്ധിച്ചാലും അയാൾ കഴിക്കില്ല. കാരണം അയാൾക്ക് ബയോളജിക്കലായിട്ട് ജനറ്റിക്കലായിട്ട് അയാൾക്ക് ലഹരിക്ക് ആസക്തി ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരു ഗണ്യമായിട്ടുള്ള വിഭാഗം ഈ ലഹരിക്ക് ആസക്തിപ്പെടാനായിട്ട് സാധ്യതയുള്ള, അതായത് നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിഭാഗം ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ലാതെ തന്നെ അവരൊരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേന്ദ്രം ഉത്തേജിക്കപ്പെടുകയും അവർക്ക് ഒരു അനുഭൂതി, ഒരു ആനന്ദം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരു ഉന്മത്താവസ്ഥയൊക്കെ കിട്ടുമ്പോൾ ആ ഒരു കേന്ദ്രം വീണ്ടും കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യം വരികയും അതിനു വേണ്ടിയിട്ട് ആ ലഹരി ഇങ്ങനെ കഴിച്ചതിന് അടിമപ്പെടുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കഴിഞ്ഞാൽ ആ 6 മാസം അല്ലെങ്കിൽ ആ കാലാവധി, ശിക്ഷയുടെ കാലാവധി എത്രയോ കാലമാണെങ്കിൽ ജയിലിൽ അയാൾക്ക് ലഹരി കിട്ടില്ല വെച്ചെങ്കിൽ അയാൾ ജയിലിൽ ലഹരി ഉപയോഗിക്കില്ലായിരിക്കും. പക്ഷെ ഒരിക്കലും അയാളുടെ ആസക്തിയെ തലച്ചോറിൽ നിന്നും മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ കൂടെ നമുക്ക് ഈ ലഹരിയുടെ സ്രോതസ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് വേട്ടയാടി നശിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ ഈ ജയിലിൽ നിന്ന് മാറ്റി, ഞാനിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജയിലെല്ലാം നിറഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പൊ മറ്റു കുറ്റം ചെയ്യുന്ന ആളുകളെ ജയിലിലേക്ക് നമുക്ക് പറഞ്ഞയക്കാനുള്ള സ്ഥിതി ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ നമുക്ക് ഇല്ലാതെ വരുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടത് ഒരു ലഹരി വിമുക്ത ചികിത്സയാണ്. അപ്പൊ അതിന് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവരെ ഈ 6 മാസമോ അല്ലെങ്കിൽ 4-5 മാസം ജയിലിൽ ഇടാതെ അവർക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ അവരെ ആക്കുകയും അവർക്ക് അതിന് വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ, തീർച്ചയായിട്ടും മനോരോഗ വിദഗ്ധനും മറ്റ് മനോരോഗ അല്ലെങ്കിൽ ഇത്തരത്തിലെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, അതിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സും സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും വേണമെങ്കിൽ ഫിസിഷ്യനൊക്കെ എപ്പോഴും അവരൊന്നും അവിടെ വേണമെന്നില്ല. ഇത്തരത്തിലുള്ള ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ നമ്മുടെ ഒരു ഡോക്ടറിന്റെ
സേവനം എല്ലാ ദിവസവും എല്ലായ്പ്പോഴും വേണമെന്നൊന്നുമില്ല. അവര് സൂപ്പർവിഷനോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ലഹരി വിമോചന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും നമുക്ക് ശരിക്കും ഇത്തരം നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഈ ലഹരി അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ പഞ്ചായത്തിലും പഞ്ചായത്തിന്റെ ആ ഒരു ബഡ്ജറ്റില് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിമോചന കേന്ദ്രം സ്ഥാപിക്കുവാനും ഒരു ചെറിയ സ്റ്റാഫോട് കൂടി ഇത്തരം കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് ചെറിയൊരു തുക ബഡ്ജറ്റിൽ വകയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇപ്പോഴുള്ള ഈ തൂഫാൻ എന്നുള്ള ഓപ്പറേഷൻ തൂഫാന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ചികിത്സ കൂടി ഇതിൽ കൂടെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഉദ്ദേശം വളരെ വിജയകരമായിട്ട് മുന്നേറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ ഡോക്ടർ, മറ്റൊരു ചോദ്യമുള്ളത്, ഒരു വശത്ത് തൂഫാൻ നടപ്പിലാക്കുന്നു, അതേസമയം തന്നെ സർക്കാരിന്റെ നടപടികൾ എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഉൾപ്പെടെയുള്ള ഇളവുകളാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഒത്തുപോവുക എന്നതാണ്? തീർച്ചയായിട്ടും അതൊരു വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാനതിനെ സയന്റിഫിക് ആയിട്ട്, അതായത് മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഞാൻ അതിനെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യമായാലും മദ്യം തന്നെയാണ്. അപ്പൊ അതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വീര്യം കുറഞ്ഞ മദ്യം അതിപ്പോ ഒരു 5% ആയിക്കോട്ടെ, അതിന്റെ ആൽക്കോഹോൾ പെർസെന്റേജ് 10% ആയിക്കോട്ടെ, പക്ഷെ അത് കഴിക്കുമ്പം ആ വ്യക്തിക്ക് സംഭവിക്കുന്ന വെച്ചാൽ അയാൾക്കൊരു അഡിക്ഷനിലേക്ക് അയാൾ പോവുകയാണ്. അതായത് ഏതൊരു ലഹരി സാധനത്തിനും നമ്മൾ പറയുന്നത് ടോളറൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ആദ്യമല്ല നമ്മൾ ചെറിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുകയും അങ്ങനെ ആ ചെറിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ ആ അളവിൽ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ വരുമ്പം സ്വാഭാവികമായിട്ടും അയാൾക്ക് ഈ കഴിക്കുന്ന സാധനത്തിന്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ കഴിക്കുന്നതിന്റെ ഫ്രീക്വൻസി, കഴിക്കുന്നതിന്റെ ദൈർഘ്യം കുറച്ച് അടിക്കടി ഈ സാധനങ്ങൾ ഉപയോഗിക്കാനുള്ളൊരു അയാൾക്കൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും വരും. അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ടോളറൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക്, ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെയാണ് പറയുന്നത് ഈ ഡി അഡിക്ഷൻ മേഖലയിൽ. ആദ്യമെല്ലാം നമ്മൾ വളരെ ചെറിയ രീതിയിൽ ലഹരി ഉപയോഗിച്ച് പിന്നെ ആ ലഹരിക്ക് നമുക്ക് വിചാരിച്ചത്ര ലഹരി അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടാതെ വരുമ്പം തീർച്ചയായിട്ടും അതിന്റെ അളവും ഫ്രീക്വൻസി കൂടുതലായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് പറയുന്നത് നമ്മുടെ സമൂഹത്തിനെ ലഹരിയിലേക്ക് നയിക്കാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, ഒരു പാതയായിട്ടത് മാറും. അതുകൊണ്ട് വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയാലും മദ്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് മദ്യാസക്തി മാറ്റിയെടുക്കണം, തുടച്ചു നീക്കണം വെച്ചെങ്കിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും മദ്യം കഴിക്കുന്ന ആളുകളുടെ പ്രായപരിധി കൂട്ടുകയും അതിന് ടാക്സ് കൂട്ടുകയും ഒക്കെ അല്ലാതെ ലഭ്യത ഇത്ര ഈസി ആയിട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ ഫലം, അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് തോന്നുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഇത്തരത്തിൽ ചികിത്സ തേടി എത്തുന്നവരുടെ അല്ലെങ്കിൽ എണ്ണത്തിൽ മറ്റെന്തെങ്കിലും മാറ്റമോ മറ്റോ ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ പല ഡി അഡിക്ഷൻ സെന്റേഴ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പം നമുക്കറിയാൻ കഴിയുന്നത് ഓപ്പറേഷൻ തൂഫാൻ മൂലം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ചികിത്സ തേടിയെത്തുന്നത് കുറവാണ്. അത് പണ്ട് എത്രയായിരുന്നു? പണ്ട് ഇപ്പൊ വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ 4-5 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സൈക്യാട്രി ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിലും 60-70% അത് അവിടുത്തെ ബെഡ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്, മദ്യപാനികളും അല്ല. പണ്ടെല്ലാം നമുക്ക് ഒരു 45 വയസ്സിന് മേലെ പ്രായമുള്ള മദ്യാസക്തിയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ ലഹരി വിമുക്ത ചികിത്സയ്ക്കായിട്ട് എല്ലാ ആശുപത്രിയിലും നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ ആ ഒരു പിക്ചറെ മാറിക്കഴിഞ്ഞു. ഇപ്പം ഈ മദ്യപാന ചികിത്സയ്ക്ക് വരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഒരു 30 വയസ്സിന് താഴെയുള്ള, ഒരു 15 വയസ്സിനും 30 വയസ്സിനും താഴെയുള്ള ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പല ന്യൂജൻ ലഹരിക്കായിട്ട് ചികിത്സ തേടി വരുന്നത്. അവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഒരു എണ്ണം കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു.